അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മിനൽ ജിന്നത്തി വന്നാസ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ജിന്ന വർഗത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. ഖുർആനിലും സുന്നത്തിലും എന്താണോ ജിന്നവർഗത്തെക്കുറിച്ച് വന്നത് അത് അപ്പടി വിശ്വസിക്കുക എന്നതാണ് നമ്മളെ മേൽ ബാധ്യത. ഈമാൻ വാജിബാണ്. നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്ത ഒരു സൃഷ്ടിയായതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് കാണുകയും അങ്ങോട്ട് കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സൃഷ്ടിയായതുകൊണ്ട് നിർബന്ധമായും നമ്മളത് പഠിക്കണം. കാരണം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടുക, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. കാരണം ഇങ്ങോട്ട് കാണുന്നു, പക്ഷെ അങ്ങോട്ട് കാണാൻ കഴിയില്ല. സൂറത്ത് ആറാഫിൽ അല്ലാഹ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ അത് നമ്മളുമായി ഇടപഴകുന്നു. നമ്മൾ ഉള്ളിടത്താണ് അതുള്ളത്. ഭൂമിയിലാതെ ഇതിൻ്റെ താമസം ഒക്കെ നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും നമ്മളോട് ഇങ്ങോട്ട് ഇടപഴകുന്നത് കൊണ്ട് അതെങ്ങനെയൊക്കെ അത് ഖുർആനും സുന്നത്തും പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എവിടെയാണ് ജിന്നിൻ്റെ വാസസ്ഥലങ്ങൾ ഉണ്ടാവുക. ആ ജിന്ന് വർഗത്തിൽ ശൈത്താന്മാർ എവിടെയാണ് താമസിക്കുക. അതെ, അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് വസ്ത്രം അഴിച്ചു വെക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണ്, ഒന്ന് ബാത്റൂമുകളാണ്. അപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന പ്രാർത്ഥന പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ കാരണം എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. രണ്ട്, ജന്നിബി ഷെയ്ത്താനവ ജന്നിബിന് ഷെയ്ത്താന. വസ്ത്രം അഴിക്കുന്ന രണ്ടാമത്തെ രംഗം എപ്പോഴാണ്? ശാരീരിക ബന്ധം നടക്കുമ്പോഴാണ്. അപ്പം ഷെയ്ത്താന്മാർക്ക്, ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാർക്ക് മനുഷ്യൻ്റെ നഗ്നത കാണാൻ അവരാഗ്രഹിക്കുന്നു. നഗ്നത കാണുക എന്നവർക്ക് ഇഷ്ടമാണ്. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ലീരിയവുമ സൗആത്തിഹിമ എന്ന് പറഞ്ഞല്ലോ, അവരുടെ നഗ്നത കാണാൻ വേണ്ടി ഖുറാനിൽ ആദം നബിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്നിടത്തൊക്കെ ഖുറാനിൽ ആവർത്തിച്ച് പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്തത് പഠിക്കാനുള്ളത്? എങ്ങനെയൊക്കെ അവ നമ്മളുമായിട്ട് ഇടപഴകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാണാൻ പറ്റാത്തൊരു ശത്രുവാണ്. അതുകൊണ്ട് അള്ളാഹു തആല നമുക്കത് അറിയിച്ചു തന്നു. കാണാൻ കഴിയില്ലെങ്കിലും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നു എങ്ങനെയൊക്കെ ഇടപഴകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ അതിനെ കാണണം. അത് പഠിക്കൽ നിർബന്ധമാണ്, മനസ്സിലാക്കൽ നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, രാത്രി എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ച് ഉണർന്നു കഴിഞ്ഞാൽ, സ്വപ്നം കണ്ടാൽ ഒക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ മിൻ ഗളബിഹി വ ഇഖാബിഹി വ മിൻ ശർരി ഇബാദിഹി വ മിൻ ഹമസാത്തി ഷയാത്തീനി വ അൻ യഹ്ളുറൂൻ. ഇതാണ് പ്രാർത്ഥന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ആ പ്രാർത്ഥന ഒന്നുകിൽ അത്, അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. ഈ രണ്ടാലൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ജിന്ന് വർഗവുമായിട്ടുള്ള വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ മനസ്സിലാക്കേണ്ടത്, ജിന്ന് വർഗങ്ങൾ മൂന്ന് തരം, പ്രധാനമായും 3 വിഭാഗം ജിന്നുകളുണ്ട്. എഴുതിക്കോളൂ. ജിന്ന് വർഗത്തെക്കുറിച്ച് 3 സിൻഫുകളുണ്ടെന്നാണ്. 3 സിൻഫുകളാണ്, അസ്നാഫുകളാണ് ജിന്നുകൾ. 3 വർഗങ്ങളാണ്. ഒന്ന് അൽ അഫാരീത്ത്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. 2 അൽ ഖുബുൽ. 3 അൽ ഗീലാൻ. 4 അൽ അഫാരീത്ത്, അൽ ഖുബുൽ, അൽ ഗീലാൻ. ഗൈനാണ് അൽ ഗീലാൻ.
ഒന്ന് അൽ അഫാരീത്ത്. എന്താണ്? അപ്പോൾ നമുക്ക് ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളാണ്, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അഹ്ലുൽ ഇൽമിൻ്റെ പണ്ഡിതന്മാർ ജിന്ന് വർഗത്തെ 3 സിൻഫാക്കി മാറ്റി, ആ 3 വിഭാഗമാക്കി മാറ്റി. അതിൽ ഒന്ന് അൽ അഫാരീത്ത്. എന്താണ്? അഫാരീത്ത് എന്ന മല്ലന്മാർ, ജിന്നുകളെ കൂട്ടത്തിലെ ഭയങ്കര മല്ലന്മാരായ പിന്നെ ജിന്നുകൾക്കാണ് അഫാരീത്ത് എന്ന് പറയുക. മല്ലന്മാർ, അഫാരീത്ത് മല്ലന്മാരായ ജിന്നുകൾ, ഭയങ്കരമായ ശക്തിയും പവറും കഴിവൊക്കെ ഉള്ള അവരെ കൂട്ടത്തിലെ മല്ലന്മാർക്കാണ് അഫാരീത്ത് എന്ന് പറയാം. രണ്ട് ഹുബിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അസ്വസ്ഥരായ അല്ലെങ്കിൽ ഭ്രാന്തമായ ജിന്നുകൾക്കാണ് എന്ത് പറയുക? ഹുബിൽ എന്ന് പറയാം. അസ്വസ്ഥരും ഭ്രാന്തരുമായ ജിന്നുകൾ, അതാണ് ഹുബിൽ. ജിന്നുകളുടെ കൂട്ടത്തിലെ സുഫഹാകളാണ് അവർ. സുഫഹ എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ സുഫഹാകൾക്കാണ്, ആ ജിന്നുകൾക്കാണ് ഹുബിൽ എന്ന് പറയാം. ഗീലാൻ എന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റിച്ച് കളയുന്നത്, അല്ലെങ്കിൽ അവ്യക്തത ഉണ്ടാക്കുന്ന ജിന്നുകൾ, അവ്യക്തത ഉണ്ടാക്കുന്ന ജിന്നുകൾ ഗീലാൻ. ഇതിൽ നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ ഇപ്പം ചില പ്രാർത്ഥനകൾ ഒക്കെ നമ്മൾ പഠിച്ച പല ശൈത്താനെതിരുള്ള പല പ്രാർത്ഥനകളും ഇതിൽ ചില പ്രത്യേക പിന്നെ വർഗങ്ങൾക്ക് എതിരുള്ള പ്രാർത്ഥനയായിരിക്കും. ഇപ്പം പിന്നെ വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് ശരിക്ക് ഗീലാൻ എന്ന ശൈത്താന്മാർക്കെതിരെയുള്ള പ്രാർത്ഥന. ഖുർആൻ ഓതുന്നോടത്തൊക്കെ വിരലി ഗീലാനാണ്. ഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താൻ, ആ ഷൈത്താൻ ഗീലാൻ വർഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഓരോ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഏതൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെ ഈ ഷൈത്താൻ്റെ വസ്വാസ്, ഇത് എങ്ങനെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നരകത്തേക്ക് എത്തിക്കലാണ്. അതായത് നമുക്ക് സ്വർഗ്ഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട പരീക്ഷണമാണ് ഈ ഷൈത്താൻ. അല്ലാതെ അള്ളാഹിൻ്റെ ശക്തി അതിജയിക്കുന്ന ഷൈത്താന്മാരൊന്നുമില്ല. അള്ളാഹു പരീക്ഷണമാക്കി വെച്ചതാണ്. നമ്മൾ സൂക്ഷിക്കോ ശ്രദ്ധിക്കോ, നമ്മൾ ആ കെണിയിൽ വീണു പോകുമോ എന്ന പരീക്ഷണമാണ് അള്ളാഹു ഈ ഷൈത്താനിലൂടെ നടത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വീണ് പോകാതിരിക്കാൻ, നമുക്ക് സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ, നരകത്തിൽ എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അതുകൊണ്ടാണ് മിനൽ ജിന്നത്തി വന്നാസിന് കേവലം ഓതിപ്പോകാതെ ആ ജിന്നിനെക്കുറിച്ച് നമ്മൾ പഠിക്കണത്. അപ്പോൾ ഇതിൽ ഒന്ന് അഫാരിയത്താണ്. അഫാരിയത്ത് ഇത് മൂന്നും ബഹുവചനമാണ്. ഷൈത്താന്മാർ എന്നുള്ളതാണ്. ഇഫ്രീത്തിൻ്റെ ബഹുവചനമാണ് അഫാരിയത്ത്. ഇഫ്രീത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അഫാരിയത്ത്. ഇപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല ഈ വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂറത്ത് നംൽ മറിച്ചോളൂ. സൂറത്ത് നംൽ നംലിലെ 29 മുതൽ 40 വരെയുള്ള ആയത്തുകൾ. 27ാമത്തെ സൂറത്ത് 27, 29 മുതൽ 40 വരെയുള്ള ആയത്ത്.
ഓതിക്കൊള്ളു ഓതിക്കൊള്ളു. വസ്സലാമിൻ്റെ കഥയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ അതിൻ്റെ പിന്നെ 20-ാമത്തെ ആയത്ത് മുതൽ നോക്കണം കേട്ടോ. 20 മുതൽ നോക്കുക. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, നിങ്ങൾ ആയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ, സുലൈമാൻ നബിയുടെ സൈന്യത്തിൽ മനുഷ്യന്മാർ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ആരായിരുന്നു? ജിന്നുകളായിരുന്നു. പിന്നെ പക്ഷികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും സുലൈമാൻ നബിക്ക് മാത്രം അള്ളാഹു തആല കൊടുത്തിട്ടുള്ള വലിയൊരു മുജിസത്താണ്.
അപ്പോൾ സുലൈമാൻ നബി ഒരു വാദി, ഒരു തായ്വരയിലൂടെ നടന്നു വരുമ്പം പിന്നെ ഉറുമ്പുകളോട് അതിൻ്റെ നേതാവായ ഉറുമ്പ് മാളത്തിലേക്ക് നിങ്ങൾ കയറി, സുലൈമാനും സൈന്യവും വരുന്നുണ്ട്, അവർ ചവിട്ടിപ്പോകും എന്ന് പറയുന്നതും സുലൈമാൻ നബി ഇത് കേട്ടതും സുലൈമാൻ നബി ചിരിച്ചതൊക്കെയാണ് 19-ാമത്തെ ആയത്തിലുള്ളത്. ആ സംഭവമാണ് നമ്മൾ കേട്ട സംഭവമാണ്. ആ സംഭവമാണ് 19-ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി ചിരിച്ചു. അപ്പോൾ ആ ഉറുമ്പുകളിലെ നേതാവായ പെണ്ണുറുമ്പ് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞത് ഉറുമ്പുകളെ സംസാരം ആർക്ക് മനസ്സിലായി? സുലൈമാൻ നബിക്ക് മനസ്സിലായി. അല്ലാഹു തആല ആ അറിവ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ സംഭവത്തിന് ശേഷം സുലൈമാൻ നബി പട്ടാളത്തെ പരിശോധിക്കുകയാണ്. സുലൈമാൻ നബിയുടെ പട്ടാളത്തിൽ ജിന്നും പിന്നെ അതുപോലെ തന്നെ മനുഷ്യരും ഈ പറവകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തഫക്കത ത്വയ്റു, ശ്രദ്ധിക്കണേ 20-ാമത്തെ ആയത്ത്. ഇപ്പോൾ തഫക്കത ത്വയ്റു, അങ്ങനെ സുലൈമാൻ നബി പക്ഷികളെ പരിശോധിക്കുകയാണ്. പക്ഷികളെ സൈന്യമുണ്ട്. ആ പക്ഷികളെ സുലൈമാൻ നബി പരിശോധിക്കുമ്പോൾ ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, മാലി ലാ അറൽ ഹുദ്ഹുദ, ഹുദ്ഹുദ് ഇവിടെ കാണാനില്ലല്ലോ. ലാ അറ അൽ ഹുദ്ഹുദ, എന്ത് പറ്റി? ഹുദ്ഹുദ് എവിടെ? ഹുദ്ഹുദ് എന്ന് പറഞ്ഞത് ഒരു പക്ഷിൻ്റെ പേരാണ്. പക്ഷിൻ്റെ പേരാണ് ഹുദ്ഹുദ്. അപ്പോൾ ഹുദ്ഹുദ് എവിടെ? ഹുദ്ഹുദ് ഏത് തരം പക്ഷിയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഖുർആനിൽ പഠിക്കുമ്പോൾ ഹുദ്ഹുദ് എന്ന ഒരു പക്ഷി അത്ര പഠിച്ചാൽ മതി. എവിടെ ഹുദ്ഹുദ് എന്ന് ചോദിച്ചു. അം കാന മിനൽ ഗായിബീൻ, സ്ഥലം വിട്ടു പോയോ? അം കാന മിനൽ ഗായിബീൻ, ഓള് പറന്ന് സൈന്യത്തിൽ നിന്ന് പിടുത്തം വിട്ട് പോയോ? ഓള് ഒഴിഞ്ഞു പോയോ? വിട്ടുപോയോ എന്നാ ചോദിക്കുന്നത്. ലഉഅദിബന്നഹു അദാബൻ ശദീദ, അവളെ കിട്ടിയാൽ ഞാൻ കഠിനമായ ശിക്ഷ ഞാൻ അവളെ ശിക്ഷിക്കും. ഔല അത് ബഹന്നഹു, അല്ലെങ്കിൽ ഞാൻ അവളെ അറക്കും. ഹുദ്ഹുദിനെ പക്ഷിയാണല്ലോ, ഒന്നുകിൽ ഞാൻ അവളെ അറുത്ത് കളയും, അല്ലെങ്കിൽ നല്ല ശിക്ഷ ശിക്ഷിക്കും. ഔല എത്തിയന്നനി ബി സുൽത്താനി മുബീൻ, അല്ലെങ്കിൽ എന്ത് വേണം? ന്യായമായ വല്ല കാരണവും അവൾ എന്നെ ബോധിപ്പിക്കണം. ഇങ്ങനെ കാണാനില്ല, പരിശോധിച്ചപ്പോൾ കാണാനില്ല. അപ്പോൾ കാണാനില്ലാത്തതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്ന് എന്നോട് പറയണം. കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കും, അല്ലെങ്കിൽ അറുത്ത് കളയും. അപ്പോൾ മക്കസ വൈറ ബാഹീദൻ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ, അപ്പോൾ മക്കസ വൈറ ബാഹീദ് പറഞ്ഞാൽ കൂടുതൽ താമസിക്കാതെ അടുത്ത സമയം, കൂടുതൽ താമസിച്ചില്ല എന്ന് പറയാനാണ് മക്കസ വൈറ ബാഹീദ് എന്ന് പറയാം. ഫഖാല, അവൾ വന്നിട്ട് അവൾ പറയാണ്, ആര്? ഹുദ്ഹുദ് പറയാണ്, അഹത്തു ബിമാലം തുഹ്തി ബിഹി, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തൊരു, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വജിഇതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, ഞാൻ വന്നിട്ടുള്ളത് വജിഇതുക, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് മിൻ സബഇൻ, ഇപ്പം ഞാൻ പറന്നു പോയി വരുന്നത് സബ എന്നാണ്. സബ എന്ന് പറഞ്ഞാൽ പുരാതന യമനിലെ ഒരു ഗോത്രമാണ് സബ. പുരാതന യമനിലെ ഒരു അപ്പോൾ യമനിൽ വരെ ഇവിടുന്ന് പിന്നെ ഫലസ്തീനിൽ നിന്ന് പറന്നു പോയിട്ടുണ്ട്. ഹുദ്ഹുദ് പറന്നു പോയിട്ടുണ്ട്. അങ്ങനെ സബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സബയിലെ നബ എന്ന് പറഞ്ഞ വാർത്ത, നബ ഉൻ യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ യഥാർത്ഥമായൊരു വാർത്ത. നബ ഉൻ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ നബ എന്ന് പറഞ്ഞാൽ, നബ ഉൻ യഖീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ഒറിജിനൽ ന്യൂസ് അതിനുള്ള പറയാം. അതായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സബയിൽ നിന്ന്. സബ എന്ന് പറഞ്ഞാൽ പുരാതന യമനിലെ ഒരു ഗോത്രമാണ്. ഒരു ഗോത്രത്തിനാണ് ആ നാടിൻ്റെ പേരുണ്ടാകുക. ഒരു ഗോത്രത്തിന്, ആ ഗോത്രത്തിന് നാടിൻ്റെ പേരുണ്ടാവും. അപ്പോൾ നാടിനും ഗോത്രത്തിനും ഒക്കെ ഉള്ള പേരാണ് സബ ഗോത്രം. ഇന്നി വജത്തു, ഞാൻ അവിടെ കണ്ടു, ഇമ്രഅത്തൻ, ഒരു പെണ്ണാണ്, തംലിക്കും ഓല മാലിക്ക്, തംലിക്കു എന്ന് പറഞ്ഞാൽ മലക്ക യംലിക്കു, രാജാവ്, അവരെ ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. അവിടെ സബയിൽ ഒരു പെണ്ണാണുള്ളത്. ഊത്തിയത്ത് മിൻ കുല്ലി ഷൈഇൻ, അവൾക്ക് എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. ആ രാജ്ഞിക്ക് ഒരു രാജ്യത്ത് കിട്ടേണ്ട എല്ലാ സൗകര്യങ്ങളും അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വലഹ അർഷുൻ അലീം, ഒരു ഗംഭീര സിംഹാസനമുണ്ട്. അർഷുൻ അലീം എന്ന് പറഞ്ഞാൽ രാജ്ഞിക്ക് ഇരിക്കാനുള്ള വലിയ സിംഹാസനം, ഗംഭീര സിംഹാസനം അവൾക്കുണ്ട്. വജത്തുഹ വ ഖൗമഹ, ഞാൻ അവളെയും അവളുടെ ജനങ്ങളെയും ഞാൻ കണ്ടത് യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ ഒരു ഷംസിന് സുജൂദ് ചെയ്യണം, സൂര്യനെ ആരാധിക്കുന്നത്, സൂര്യന് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വസയ്യന ലഹുമു ഷെയ്ത്താൻ അമാലവും, ഷെയ്ത്താൻ അവർക്ക് അവരെ പ്രവർത്തനം ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസദ്ദഹും അനിസ്സബീൽ, യഥാർത്ഥമായ വഴിയിൽ നിന്ന് അവർ തടയപ്പെടുകയും ചെയ്യുന്നു, അവരെ തടയുന്നുമുണ്ട്. വഹും ലാ യഹ്തദൂൻ, അതിനാൽ അവർ നേർവഴി പ്രാപിച്ചിട്ടില്ല.
ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഒരു നേർവഴി പ്രാപിക്കാത്തൊരു ജനതയാണ് അവർ. സൂര്യനാണ് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. അല്ലാ യസ്ജുദു, സുജൂദ് ചെയ്യാതിരിക്കാനാണ്. ആർക്ക്? ലില്ലാഹി, അള്ളാഹുവിനെ. ആരാണ് അള്ളാഹ്? അല്ലദീ യുഖ്രിജുൽ ഖബ്അ മിനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ഏത് സൂക്ഷ്മമായതിനെയും പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു. ആ അള്ളാഹിനെ സുജൂദ് ചെയ്യുന്നതിന് പകരമാണ് ഇവർ എന്തിനെ സുജൂദ് ചെയ്യുന്നത്? സൂര്യന്. വയഅലമു മാ തുഖ്ഫൂന വമാ തുലിൻ, ആരാണ് അള്ളാഹു? ആകാശഭൂമികളിലുള്ള സൂക്ഷ്മമായത് പുറത്തു കൊണ്ടുവരും മാത്രമല്ല, രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നവനാണ് അള്ളാഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അളീം. ഇതാരെ വാക്കാണ്? ആരാണ് ഈ പറഞ്ഞത്? ഹുദ്ഹുദാണ് ഈ പറഞ്ഞത്. ആരാണ് അല്ലാഹു? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. ഹു റബ്ബുൽ അർശിൽ അളീം, മഹത്തായ അർശിൻ്റെ ഉടമസ്ഥൻ. ഈ രാജ്ഞിൻ്റെ അർശൊക്കെ അളീമാണെങ്കിലും ഒറിജിനൽ അർശിൻ്റെ ഉടമസ്ഥൻ ആരാ? ആ അള്ള കൊടുത്ത അധികാരം പോക്കുള്ളൂ. എന്നിട്ട് അവൾ എന്താ ചെയ്യണത്? ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഒറിജിനൽ സിംഹാസനത്തിൻ്റെ അധിപനായ അള്ളാനെ ആരാധിക്കാതെ എന്തിനാരാധിക്കണത്? സൂര്യനാണ് ആരാധിക്കുന്നത്. സൂര്യനാണ്. ഖാല, അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, സനൻദുറു, നാം നോക്കട്ടെ, അസ്വദക്ത, ഈ സത്യമാണോ പറയണത്? അംകുത്ത മിനൽ കാദിബീൻ. കളഞ്ഞ അറക്കുമെന്ന് പറഞ്ഞപ്പോൾ അറക്കും അല്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ. അപ്പോൾ സുലൈമാൻ നബിക്ക് തൊട്ടടുത്ത രാജ്യത്തെ അവസ്ഥ അറിയില്ല, വൈബ് അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൂടി. ആരാ സുലൈമാൻ നബി? പ്രവാചകന്മാർക്ക് പോലും എന്തറിയില്ല? പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ സത്യമാണോ അതല്ല നുണയാണോ പറയുന്നതെന്ന് നാം നോക്കട്ടെ. കാര്യം ഇദ്ഹബ്, നീ പോ, ഒന്നുകൂടി പോ, ഇത് കിതാബി, ഞാനൊരു എഴുത്ത് തരാം. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുത്താണ്. എഴുത്തുമായി നീ പോകണം. ഫഅൽഖിഹി ഇലൈഹിം, എന്നിട്ട് അത് അവർക്ക് ഇട്ട് കൊടുക്കണം. സുമ്മ തവല്ല അനുഭവം, എന്നിട്ട് ഈ അവിടെ നിന്ന് മാറി നിൽക്കണം. എഴുത്തവിടെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഈ മാറി നിൽക്കണം, അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഫള്ളുർ, എന്നിട്ട് നീ നോക്കണം, മാറി നിന്ന് നോക്കണം. മാതാ യർജിഊൻ, അവർ എന്ത് മറുപടിയാണ് നൽകണതെന്ന്. ഈ കത്ത് ഞാനൊരു കത്ത് തരാം, ആ കത്ത് കൊണ്ടുപോയിട്ട്, കിതാബിലുള്ള എഴുത്ത കത്താണ്, ആ കത്ത് തരാം, കത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇടണം. എന്നിട്ട് ഈ മാറി നിൽക്കണം, മാറി നിന്നിട്ട് നോക്കണം. എന്നോട് കാണണ്ട, അവരെന്താണ്, എന്ത് മറുപടിയാണ് അതിന് എടുക്കണമെന്നുള്ളത് നോക്കണം. കാലസ്, അപ്പോൾ ഇവൾ കാണാണ്. ആര്? ഹുദ്ഹുദ് കാണുന്നത് പറയാണ്. കാലസ്, അവൾ പറഞ്ഞു. ആര്? രാജ്ഞി പറയാണ്. യാ യുഹൽ മലൽ, അല്ലയോ പ്രമാണിമാരെ. അപ്പോൾ ഇവിടെ രാജ്ഞിൻ്റെ കൊട്ടാരത്തിൽ ആരൊക്കെ ഉണ്ടാവും? ജിന്നുകളുണ്ടാവും, മനുഷ്യന്മാരുണ്ടാവും, ഒക്കെ ഉള്ള വലിയ രാജകൊട്ടാരാണ്. ആ രാജകൊട്ടാരത്തിലെ മലൽ എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ. രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ സദസ്സിലിരിക്കുന്ന ആൾക്കാരാണ്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഉൽക്കിയ ഇലയ്യ കിതാബുൻ കരീം, എനിക്ക് ഒരു മാന്യമായ ഒരു എഴുത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അവിടെ കിതാബുൻ കരീം എന്ന് പറഞ്ഞാൽ ഒരു രാജമുദ്രയോടുകൂടിയ മുദ്രണം ചെയ്ത ഒരു രാജാവിൻ്റെ ഒരു രാജകത്തിൻ്റെ രാജാവിൻ്റെ എഴുത്തിനുണ്ടാകേണ്ട എല്ലാ മാന്യതകളും ഉൾക്കൊള്ളുന്ന മുദ്ര ചെയ്യപ്പെട്ട കത്ത് എന്നാണ് അതിൻ്റെ തഫ്സീറിൽ കാണാം. ഇതിന് ഈ കിതാബുൻ കരീം എന്ന് പറഞ്ഞാൽ, ഇന്നഹു, തീർച്ചയായും ആ കത്ത് മിൻ സുലൈമാൻ, ഫ്രം സുലൈമാനാണ്. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, സുലൈമാനിൽ നിന്നാണ്. വ ഇന്നഹു, തീർച്ചയായും ആ കത്തിലുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് ആ കത്തിലുള്ളത്. തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്താണ് അതിലെ മാറ്റർ? അല്ലാ തഅലു അലയ്യ, നീ എനിക്കെതിരിൽ അഹങ്കാരം കാണിക്കണ്ട. കാരണം ഇവിടുത്തെ രാജാവാണ്, മറ്റേ രാജ്യത്തെ രാജാവാണ്. അതുകൊണ്ട് എഴുത്ത് കിട്ടിയിട്ട് ഇനി പട ഇറ്റിങ്ങോട്ട് വരണ്ടെന്നാണ്. അവിടുന്ന് എന്ത് ചെയ്യണ്ട? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ പെട്ടു. എന്തൊക്കെ പെട്ടു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളിവിടെ പഠിച്ചതാണ്, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തൊക്കെ പെടും? സുജൂദ് ചെയ്യാൻ പാടില്ല, സൂര്യന് സുജൂദ് ചെയ്യാൻ പാടില്ല, അള്ളാഹ്ക്കാണ് സുജൂദ് ചെയ്യേണ്ടത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും എന്തിൽ പെട്ടു? ബിസ്മില്ലാ. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മില്ലാ ഇസ്മേതാ? ബിസ്മില്ലാ, അള്ളാഹിൻ്റെ നാമം കൊണ്ട് ആ ഇസ്മേതാ? സുബ്ഹാനല്ലാഹ്, അർറഹ്മാൻ റഹീം അല്ല, അർറഹ്മാൻ റഹീം അല്ല. ബിസ്മില്ലാ എന്ന ഇസ്മേതാ? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആ ഇസ്മേതാ? അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയാണ് ബിസ്മില്ല. എല്ലാ നാമങ്ങളും പെട്ടു. അതിലെ 2 നാമമാണെന്ത്? റഹ്മാൻ റഹീം.
ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അവിടെ അസ്മാഉൽ ഹുസ്നയാണ്. അപ്പം ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്, ആരാണ് റഹ്മാൻ, ആരാണ് റഹീം, ആരാണ് അർഷിൻ്റെ ഉടമ, ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്, എന്തിനാ സുജൂദ് ചെയ്യേണ്ടത്, സൂര്യനാണോ ചന്ദ്രനാണോ ഒക്കെ ഇരിപ്പെട്ടു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നീ എനിക്കെതിരിൽ പടയെടുത്ത് വരണ്ട, ഉത്തുനി മുസ്ലിമീൻ, മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വന്നോ. എന്താ കത്ത്? ഉത്തുനി, നിങ്ങൾ എന്ത് ചെയ്യണം, മുസ്ലിമീങ്ങളായിട്ട് തിരിച്ച് എൻ്റെ അടുക്കലേക്ക് വരണം. കാലസ്, ഇതാണ് കത്ത്. കത്ത് ആര് വായിച്ചു? രാജ്ഞി വായിച്ചു. കാലത്ത്, എന്നിട്ട് ഇത് കത്ത് വായിച്ചിട്ട് പറഞ്ഞു, യാ യുഹൽ മലക്, അല്ലയോ പ്രമാണിമാരെ, അഫ്തൂനി ഫി അംരി, ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളൊരു ഫത്വ തരാം. അഫ്തൂനി, നിങ്ങൾ എനിക്കൊരു ഫത്വ, എന്താ ഞാൻ ചെയ്യണത് പറയണം. മാ കുന്തു കാത്തിഅത്തൻ അമ്ര, ഞാൻ ഇതുവരെ ഖണ്ഡിതമായൊരു തീരുമാനം എടുത്തിട്ടില്ല. ഹത്താ തഷ്ഹദു, നിങ്ങൾ സാക്ഷികളാകാതെ, നിങ്ങളെ സാക്ഷികളാകാതെ, എൻ്റെ ഈ രാജ്യസദസ്സിലെ നിങ്ങളോട് ചോദിക്കാതെ ഞാനിതുവരെ ഒരു കാര്യവും ഖണ്ഡിതമായി, കാത്തിയാത്ത് എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ഒരു ഉറച്ച തീരുമാനം ഞാൻ നിങ്ങളോട് ചോദിക്കാതെ ഇതുവരെ, അവസാന തീരുമാനം, ചർച്ച നടക്കും പക്ഷെ അവസാന തീരുമാനം ഞാനിതുവരെ നിങ്ങളോട് ചോദിക്കാതെ എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറയണം. കാലു, അവർ പറഞ്ഞു, നഹ്നു ഉലു കൂവത്തിൻ ഉലു ബേസിൻ ഷദീദൻ, നമ്മൾ നല്ല ശക്തിയുള്ള ആൾക്കാരാണ്, നമ്മൾ ശക്തി കുറച്ച് കാണിക്കണ്ട, നമ്മൾ നല്ല ശക്തിയുള്ള ആൾക്കാരാണ്, നല്ല സമരവീര്യമുള്ള ആൾക്കാരാണ്. ബേസുൻ ഷദീദ്, സമരവീര്യമുള്ള ആളുകളാണ്. ഉലി ബേസുൻ ഷദീദാണ്. ഉലു കൂവ ഉലു ബേസുൻ ഷദീദ്, ഉലു എന്ന് പറഞ്ഞാൽ ഉള്ളവർ എന്നാണ് അർത്ഥം. കൂവത്തുള്ളവരാണ്, നല്ല സമരവീര്യമുള്ളവരുമാണ്, നല്ല ശക്തിയുള്ള ആൾക്കാരാണ്. നമ്മളങ്ങനെ സൈനികമായിട്ട്, അപ്പോൾ ഈ ഇരിക്കണ ആളുകളൊക്കെ സൈനിക കമാൻഡർമാരൊക്കെയുള്ള ഉണ്ടായാൽ, രാജകൊട്ടാരത്തിൽ ആരൊക്കെ ഉണ്ടാകുക, സൈന്യത്തിൻ്റെ കമാൻഡർമാർ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാകുക. ഒരു പറഞ്ഞു പോവുക, പോയിട്ട് ശീലക്കിക്കളാം, നമ്മൾ ചില്ലറക്കാരല്ലല്ലോ. ഇതാണ് ആര് പറഞ്ഞത്? പ്രമാണിമാർ പറഞ്ഞത്. ഫങ്കുരി മാതാത്ത ഉമുരീൻ, നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഫങ്കുരി മാതാത്ത ഉമുരി, എന്താണോ പിന്നെ ഇവർ പറഞ്ഞു, നിങ്ങൾ ഏതൊരു കൽപ്പനയാണോ എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൽപ്പനയാണോ ഞങ്ങൾക്ക് തരുന്നത് ആ കൽപ്പന ഞങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ പറയുന്ന കൽപ്പന എന്താണോ ആ കൽപ്പന, അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, എന്ത് തീരുമാനം, ആ തീരുമാനം ഞങ്ങൾ കാത്തിരിക്കണം. നിങ്ങളെ ഓർഡർ കിട്ടിയാൽ മതി, എന്താ ചെയ്യാം. കാലസ്, അപ്പോൾ പോലെ പറഞ്ഞു, ഇന്നൽ മുലൂക്ക, ഈ സാധാരണ മുലൂക്കന്മാരെ പണി എന്താ അറിയും, രാജാക്കന്മാർ ഇതാ ദഹലു കറിയത്തൻ, ഓരോരു ഗ്രാമത്തിൽ കടന്നാൽ അഫ്സദുഹ, ആ നാട് കുട്ടിച്ചോറാക്കും. സാധാരണ രാജാക്കന്മാർ, ബിൽക്കിസ് പറയാണ്, സാധാരണ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകൂലിൽ വന്നാൽ, സുലൈമാൻ വന്ന എന്ത് ചെയ്യുക, ഇവിടെ ആകെ അഫ്സദുഹ, ആ നാട് അവർ സാധാരണഗതിയിൽ ഒരു നാട്ടിലേക്ക് രാജാവ് വന്നാൽ ആ രാജ ഒരു കുട്ടിച്ചോറാക്കും. വ ജഅലു അഇസ്സത അഹ്ലിഹ, എന്നിട്ട് ആ നാട്ടുകാരെ മുഴുവൻ എന്താക്കും, ആ നാട്ടുകാർക്ക് മേൽ അവർ പ്രതാപം കാണിക്കും. അതില്ലത്തന്നെ അവരെ അപമാനിതരാക്കുകയും ചെയ്യും. വക്കദാലിക യഫ്അലു, അപ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാരപ്പുറ നാട്ടിൽ വന്ന് നാടാകെ നശിപ്പിച്ച് ആ നാട്ടിലെ ആൾക്കാരൊക്കെ ആകെ ഇവരെ അടിമകളാക്കി വെച്ച് അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, എന്താ തീരുമാനം, വ ഇന്നി മുർസിലത്തുൻ ഇലൈഹിം ബി ഹദിയ, ഞാൻ ഒരു ഹദിയ സുലൈമാന് കൊടുത്തേക്കാം. ഞാനൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അയക്കുന്ന പോലെ ഞാനൊരു ഹദിയ കൊടുത്തേക്കാം. ഫനാദിറത്തുൻ, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ബിമ യർജുൽ മുർസലൂൻ, ഈ ദൂതന്മാർ കൊണ്ടുപോണ ദൂതന്മാർ എങ്ങനെയാണ് മടങ്ങി വരുന്നത് നമുക്ക് നോക്കുകയും ചെയ്യാം. ഒരു ഹദിയ കൊടുത്തയച്ചിട്ട് ഓല് ഇതിന് കത്തിനൊരു മറുപടി എന്നുള്ളതൊക്കെ കൊടുക്കുന്ന ഒരു ഹദിയാണ്, സമ്മാനം. അങ്ങനെ സമ്മാനം കൊടുത്ത്, രാജസമ്മാനം കൊടുത്തയച്ചിട്ട് എങ്ങനെയാണത് സ്വീകരിക്കണത്, ഈ ദൂതന്മാർ ബിമ യർജു എങ്ങനെ ഒരു മടങ്ങി വരുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ചിലപ്പോൾ എന്താവണം, ഞാൻ മടങ്ങി വന്നോന്നില്ല, ഓരോ പണി ചിലപ്പോൾ അവിടെ തീരും. അപ്പോൾ എങ്ങനെയാണ് ഇതിന് മറുപടി എന്ന് നമുക്ക് നോക്കാം. ഫലമ്മ ജാ സുലൈമാന, അങ്ങനെ സുലൈമാൻ്റെ അടുക്കൽ ഇവർ ഈ റസൂലുമാർ, അതായത് ദൂതന്മാർ, പിന്നെ കത്തുമായിട്ട് വരുന്ന ദൂതന്മാർ, രാജദൂതന്മാർ വന്നു. കാല, അപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, ആ തുമിദ്ദൂനനി ബി മാലി, എനിക്ക് നിങ്ങൾ മുതൽ തരിക. സുലൈമാൻ നബി എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തിലുടമയാണ്. എനിക്കാണ് നിങ്ങൾ മുതൽ തരുന്നത്. ആത്താനിയല്ലാഹു ഖൈറം ഇമ്മ ആത്താക്കും, നിങ്ങൾക്ക് സഭകാർക്ക് തരുന്നതിനേക്കാൾ ഹൈറായത് എനിക്ക് പഠിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അടുക്കലുള്ളതിനേക്കാൾ, അവിടുത്തെ അർശൊക്കെ ഭയങ്കരമാണെങ്കിലും ഇവിടുത്തെ അർശ അതിനേക്കാളും വലുതാണെന്ന് മാത്രമല്ല, ഇവിടെ അതിനേക്കാളും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്.
ബൽ അൻതും ബി ഹദിയത്തിക്കും തഫ്രഹൂൻ, നിങ്ങൾ നിങ്ങളുടെ പാരിതോഷികം കൊണ്ട് സന്തോഷം കൊള്ളുകയാണ്. നിങ്ങൾ എനിക്കൊരു പാരിതോഷികം തന്നിട്ട് നിങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ്, പക്ഷെ എനിക്കതിൽ വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇർജി ഇലൈഹിം ഫലനഅ്തിയന്നഹും ബിജുനൂദില്ലാ ഖിബല ലഹും ബിഹ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോവാണ്. ബിജുനൂദിനൊരു സൈന്യവുമായിട്ട് ലാ ഖിബല ലഹും ബിഹ, നിങ്ങൾക്ക് നേരിടാൻ പറ്റില്ല, നിങ്ങൾക്ക് നേരിടാൻ പറ്റാത്തൊരു സൈന്യവുമായി ഞാനിതാ സഭയിലേക്ക് വരാൻ പോവാണ്. വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലത്തൻ, ഞാൻ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും. വഅൻതും വഹും സാഹിറുൻ, നിങ്ങൾ നിസ്സാരന്മാരായിരിക്കും, എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റോടും, ആ രാജ്യം പിടിച്ചടക്കും, ഞാൻ അങ്ങോട്ട് വരാൻ പോവാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സുലൈമാൻ നബി പറഞ്ഞത് എന്താണ്? നിങ്ങൾ സുജൂദ് സൂര്യന് ചെയ്യാതെ നിങ്ങൾ മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത് അല്ലേ? ആ അത് ഉലന്തിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. കാല, അദ്ദേഹം പറഞ്ഞു യാ അയ്യുഹൽ മല. അപ്പോൾ സുലൈമാൻ നബി ഇവരെ വിട്ടു, ആരെ? അവിടുന്ന് വന്ന ദൂതന്മാരെ വിട്ടു. എന്നിട്ട് സുലൈമാൻ നബിൻ്റെ കൊട്ടാരത്തിലെ മലയിനോട് ചോദിക്കാം, പ്രമാണിമാരോട്, അയ്യക്കും എത്തീനി ബി അർഷിഹ, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് അവളാ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരിക? എപ്പോൾ? കപില അയ്യൂനി മുസ്ലിമീൻ, അവൾ മുസ്ലിമായി കീഴൊതുങ്ങി എൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ്. എന്നിട്ട് വരും എന്ന് സുലൈമാൻ നബിക്ക് അറിയാം, സുലൈമാൻ നബിക്ക് പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? അപ്പോൾ നേരത്തെ ഹുദുഹുദ് പറഞ്ഞത് വലിയ സിംഹാസനം ഉണ്ടെന്നല്ല, സാധാരണ രാജാക്കന്മാരുടെ സിംഹാസനം അല്ല, അതുകൊണ്ടാണ് ഹുദുഹുദ് പറഞ്ഞ ആ അർഷിന് അവിടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആരെ അങ്ങോട്ട് കൊണ്ടുവരെന്ന് പറഞ്ഞു. കാല ഇഫ്രീത്തും മിനൽ ജിന്നി, അതാണ് അഫാരീത്ത്. കൂടുതൽ ഇത് അഫാരീത്ത്, ഇഫ്രീത്തിൻ്റെ ജമ്മാണെന്ത്? അഫാരീത്ത്. അപ്പോൾ ജിന്നുകളിൽപ്പെട്ട അഫാരീത്ത് വർഗത്തിലെ ഒരു ജിന്ന്. അപ്പം ആ മലയിലപ്പോൾ ആരൊക്കെ ഉണ്ട്? ഈ മലയിനല്ല വിളിക്കണത്, അതിൽ ജിന്നുകളുണ്ട്. അപ്പം അതിലെ മല്ലന്മാരാണ് ഒരു സൈന്യത്തിലുണ്ടാകുക. അപ്പം ആ കൂട്ടത്തിൽ കുറേ ഇഫ്രീത്തുമാരുണ്ട്, അതാണ് അഫാരിയത്ത്. അതിൽപ്പെട്ട ഒരു ഇഫ്രീത്ത്, ഒരു ജിന്ന് പറഞ്ഞു, അനാത്തീക ബിഹി കബലാൻ തക്കും മക്കാൻ, നിങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്ന മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നി അലഹിലെ കവിയൻ അമീൻ, ഞാൻ അതിന് ശക്തിയുള്ളവനും വിശ്വസ്തനുമാണ്, കവിയുമാണ് ഞാൻ, അമീനുമാണ്, എന്നെ വിശ്വസിക്കാം, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. കാല അല്ലതി ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് അറിവ് കിട്ടിയ ഒരു വ്യക്തി പറഞ്ഞു, അനാത്തീക ബി കബല അഞ്ഞർത്തയിലേക്ക് തുറക്കുക, കണ്ണിൻ്റെ ഇമ വെട്ടി തുറക്കണ മുമ്പ് കൊണ്ടുവരാം. ഇവിടെ നീക്കണതിനേക്കാൾ എളുപ്പമാണെന്ത്? അത് ആരാണെന്നുള്ളത് മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. മൂന്ന് അഭിപ്രായങ്ങളിൽ ഒന്ന് സുലൈമാൻ നബി തന്നെയാണെന്നാണ്, ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഭിപ്രായമുണ്ട്, പിന്നെ ആസഫ് ബിൻ ബർക്കിയ എന്നു പേരുള്ള ഒരു ഇസ്രായേലി പണ്ഡിതനാണ് എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. ഇത് ഈ വേദഗ്രന്ഥം നൽകപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത് കാലല്ലതി ഇൻദഹു ഇൽമു മിനൽ കിതാബ് എന്ന് പറഞ്ഞില്ലേ, മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രബലമായത് സുലൈമാൻ നബി തന്നെയാണ്. കബല അർത്ഥതയിൽ തർഫക ഫലമ്മ ആഹു മുസ്തഖറോ കാല ഹദാ മിൻ ഫദ്ലി റബ്ബി, അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ കണ്ണിമ വെട്ടിത്തുറക്കുന്ന സമയം കൊണ്ട് ആ സാധനം ഇവിടെ ആ അർശി ഇവിടെ എത്തി. ഇദ്ദേഹം പറഞ്ഞു, ഹദാ മിൻ ഫദ്ലി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണ്, ലിയബുലൂനി അഷ്കുറ മക്ഫുർ, ഞാൻ നന്ദി കാണിക്കോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ഫമൻ കഫറ ഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ എൻ്റെ റബ്ബ് പ്രതാപശാലിയും ഉത്കൃഷ്ടനുമാണ്. കാല പറഞ്ഞു, നക്കിറൂലഹ അർഷഹ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സിംഹാസനം അവൾക്ക് തിരിച്ചറിയാത്ത വിധം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് മാറ്റം വരുത്തണം. നന്ദുർ ആ തഹ്തദി അം തക്കൂന മിനല്ലദീന ലാ യദ്, അത് തിരിച്ചറിയോ അതല്ല തിരിച്ചറിയാതിരിക്കോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫലമ്മ ജാഅത്ത് ഖീല ഹാകദ അർഷു, അങ്ങനെ വന്നപ്പോൾ ഇതാണോ അർഷെന്ന് ചോദിച്ചു. കാലത്തൊക്കെ അന്നഹു ഹുവ, അത് അതുപോലെ തന്നെയുണ്ട്, ആ അർഷ് പോലെ തന്നെയുണ്ട് എന്ന് അവർ മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ആ സംഭവം അങ്ങനെ നീണ്ടു പോവാണ്, ഞാൻ ഫുള്ള് വായിക്കണില്ല. ഇനി അതിന് ശേഷം ആ അർഷിനെ കുറിച്ച് പറയുന്നതും കൊട്ടാരത്തിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കൊട്ടാരത്തിലേക്ക് കടന്നപ്പോൾ
അവർ ഇങ്ങനെ വെള്ളമാണെന്ന് കരുതിയിട്ട് അവരുടെ വസ്ത്രം ബിൽക്കിസ്ലാക്കിന് അവിടെ എത്തിയതാണ്. അങ്ങനെ ഉയർത്തിപ്പിടിച്ചതും അങ്ങനെ ആ സമയത്ത് സുലൈമാൻ നബി പറഞ്ഞു, തെക്കാലിലെ ആ ആയത്ത് നോക്കി നിങ്ങൾ, പിന്നെ അതിൻ്റെ അടിയിൽ മുസ്ലിമാണതൊക്കെ ഉണ്ട്, ഇസ്ലാം സ്വീകരിക്കുന്നതൊക്കെയാണ് അതിൻ്റെ മേലുള്ള ആയത്തുകളൊക്കെ. 44 കീല ലഹ ദുഹരി സർഹ, കൊട്ടാരത്തിൽ സർഹ എന്ന് പറഞ്ഞ കൊട്ടാരമാണ്. വലമ്മാർ അസിബ്തുഹു ലുജ്ജത്തൻ, അത് വെള്ളക്കെട്ടാന്ന് കരുതി. കശഫതൻ സാഖിഹ, കണങ്കാലിൽ നിന്ന് വസ്ത്രം ഉയർത്തി. കാല ഇന്നഹു സർഹുൻ മുമറദും മിൻ കവാരിറ. അപ്പോൾ സുലൈമാൻ നബി സ്വലം പറയും, ഇത് സ്ഫടിക കഷ്ണങ്ങൾ പാകി മിനുക്കിയ ഒരു കൊട്ടാരമാണ്, സ്ഫടികത്തിൻ്റെ കഷ്ണങ്ങൾ പാകി മിനുക്കിയതാണ്. കാലത്ത് അവർ പറഞ്ഞു, റബ്ബി ഇന്നി വനംതു നഫ്സി വസ്ലംതു മഅ സുലൈമാൻ, ഞാൻ മുസ്ലിമായിരിക്കുന്നു, സുലൈമാൻ്റെ കൂടെ ഞാൻ മുസ്ലിമായിട്ടുണ്ട്, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴൊതുങ്ങി. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്ത ആയതെന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ സൂറത്തിൻ്റെ വ്യാപ്തിയാണ്, മനസ്സിലാക്കണം. ശരി, അപ്പോൾ പിന്നെ ഇനി അതിന് ശേഷം സമൂദിൻ്റെ കഥ പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആയത്തുകൾ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ അഫരീത്തും മിനൽ ജിന്ന്. ഇനി ഹുബുലും ഗൈലാനും ഉണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മളെ മനസ്സിൽ അല്ലാഹു നേരത്തെ തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിത് മരണപ്പെട്ടു പോരക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഇസ്മായിൽ സാഹിബിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു, നമ്മൾ അണ്ണാനഗർ ക്ലാസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, ബർസഖ് അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ, പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എല്ലാ അസനാത്തുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വീഴ്ചകളും കുറവുകളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.